عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، حب النبي ومدحه خير العمل، وعسى الإله به بلغه العمل، فله بنيل شفاعة طه الكفل، عند الإله منعما تنعيما. صلوا عليه وسلموا تسليما. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സ്റ്റേജിൽ ഉപവിഷ്ടരായ സയ്യിദ് അവർകൾ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി മുഖ്യപ്രഭാഷണം നടത്തി തരാൻ വന്ന ബഹുമാനപ്പെട്ട മുനീർ സഖാഫി ഉസ്താദ്, അതുപോലെ ഇവിടെ സ്റ്റേജിലുള്ള ഉസ്താദന്മാരും കമ്മിറ്റി ഭാരവാഹികളും, അതുപോലെ ശബ്ദം ശ്രമിക്കാൻ വേണ്ടി വന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന റബ്ബ് നാളെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആദ്യമായി നിങ്ങളോട് ഉണർത്തുന്നത്, ഇരുട്ടത്തിരിക്കുന്ന ആൾമാർ ഒന്ന് വന്നിട്ട്, ഇവിടെ കുറെ കുറിച്ച് കാലുണ്ട്. എന്റേത് ദീർഘമൊന്നുമില്ല, കുറച്ച് വിഷയം മാത്രം ചിലർ നിർത്തി. ഉസ്താദ് വയല് പറയുമ്പോൾ ഒരു ബോറായിപ്പോയതുകൊണ്ട് ആ പുറത്തിരിക്കുന്ന ആൾ ഒന്ന് സദസ്സിൽ വന്നിട്ട് സദസ്സൊന്ന് ഭംഗിയാക്കി തന്നെങ്കിൽ എത്രമാ വലിയൊരു ഭാഗ്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ പൊരുത്തപ്പെട്ട യഥാർത്ഥ അടിമകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അത്യാവശ്യമുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. അവന്റെ ഖൽബിൽ ഈമാൻ വറക്കലാണ്. ആ ഈമാൻ വറച്ചുകൊണ്ട് അവസാനം ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അവൻ ഈമാൻ കിട്ടി മരിക്കലാണ്. ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമുഹു ഇൻദൽ മൗത്ത്, ഒരുത്തന്റെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് ഒരുത്തൻ മരിച്ചാൽ ദഖലൽ ജന്ന. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരുത്തന്റെ കലിമത്ത് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. അതല്ലേ ഒരു മുസ്ലിമിനിക്ക് വേണ്ടുള്ളത്, അതല്ലേ ഒരു മുഅ്മിനിക്ക് അത്യാവശ്യമുള്ളത്. ആ ഒരു കലിമ ചൊല്ലി മരിക്കണോ ഉമ്മ, ആ ഒരു കലിമ ചൊല്ലി മരിക്കണോ ബാപ്പ. ഞാനും നീയും അതാ എന്ത് ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മരുന്ന് പഠിപ്പിക്കുകയാണ്. ഒരു മരുന്ന് പഠിപ്പിക്കുകയാണ് ഹബീബായ തങ്ങള്. ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വെക്കലാണ്. അതല്ലേ മുൻഗാമികളായ മഹാന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ, അതുപോലെ അമ്പിയാക്കന്മാരുടെ ചരിത്രമെടുത്തു നോക്കിയാൽ, സ്വഹാബത്തിന്റെ ചരിത്രമെടുത്തു നോക്കിയാൽ, ഇമാമിങ്ങളെ ചരിത്രമെടുത്തു നോക്കിയാൽ അവരെല്ലാം കാണിച്ചു കൊണ്ടുവന്നത് ഹുബ്ബിൻ നബിയല്ലേ, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തല്ലേ. ഏറ്റവും ഈമാനുള്ള, ലോകത്തെ ഏറ്റവും ഈമാനുള്ള ഒരു മനുഷ്യനാരാണ്?
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ ഏറ്റവും ഈമാനുള്ളത്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ? അബൂബക്കർ തങ്ങളുടെ ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാലോ മറ്റേ തട്ടിൽ സർവ്വ മുഅ്മിനീങ്ങളുടെയും ഈമാൻ വെച്ച് തൂക്കി നോക്കുമ്പോൾ അബൂബക്കർ തങ്ങളുടെ ഈമാനിനല്ലേ മുൻതൂക്കമുള്ളത്? ഓ ഉമ്മമാരെ, അബൂബക്കർ തങ്ങളുടെ ഈമാനിക്ക് എത്ര മുൻതൂക്കം വരാൻ കാരണമെന്തേ? അബൂബക്കർ തങ്ങളുടെ ഈമാനക്ക് എത്ര കനം കൂടാൻ കാരണമെന്തേ? ഹബീബായ തങ്ങളോടുള്ള ഹുബ്ബല്ലേ, അവിടുത്തെ മഹബ്ബത്തല്ലേ, അവിടുത്തെ പിരിസമല്ലേ? ഓ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങൾക്ക് രോഗം ബാധിച്ചാൽ, അവിടുന്ന് ശരീരത്തിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അവിടുന്ന് കഷ്ടപ്പാടുണ്ടായാൽ അബൂബക്കർ തങ്ങൾക്കത് വേദനിക്കുകയാണ്, അബൂബക്കർ തങ്ങൾക്ക് രോഗം പിടിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കയിലതാ ദീനി പ്രചാരണത്തിന് വേണ്ടി പോയപ്പോൾ അന്ന് സ്വഹാബത്ത് കുറേ ഉള്ള കാലമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളങ്ങ് മർദ്ദിക്കുകയാണ്. മർദ്ദിച്ച് അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതരായി വീണു. അബൂബക്കർ തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ബോധം വന്നപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഐന ഹബീബി, എന്റെ ഹബീബ് എവിടെ? അല്ലാഹുവിന്റെ റസൂലിനിക്ക് എന്ത് പറ്റിപ്പോയി? മുത്തു റസൂലിനിക്ക് എന്ത് പറ്റിപ്പോയി? എന്ത് സംഭവിച്ചു പോയി എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അതാ വെള്ളത്തിന്റെ ആവശ്യം വന്നപ്പോൾ അവിടുന്ന് വെള്ളം കൊടുക്കുമ്പോൾ ഒരൊറ്റ വെള്ളം കുടിക്കാൻ അവിടുന്ന് അബൂബക്കർ സമ്മതിക്കൂല. ഹബീബായ തങ്ങളെ കാണാതെ, റസൂലുള്ളാഹി തങ്ങളെ കാണാതെ ഞാൻ ഒരിറ്റ് തണ്ണി കുടിക്കൂല, വെള്ളം കുടിക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂട്ടുകാർ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ രോഗം മാറിപ്പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടേതാ രോഗം മാറിപ്പോയി, റാഹത്ത് കിട്ടിപ്പോയി, സന്തോഷം കിട്ടിപ്പോയി. ഇതല്ലേ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് വെച്ചത്? ബഹുമാനപ്പെട്ടതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വേണോ പ്രിയമുള്ളവരെ? നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അതാ ഒരു യുദ്ധത്തിന് പോയപ്പോൾ തിരിച്ചു വരുമ്പോ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വരുന്നില്ല. സ്വഹാബത്ത് വിളിക്കുകയാണ്, അവിടുന്ന് പറയുന്നു, ഹബീബായ തങ്ങളില്ലാത്ത മദീനയിലേക്ക് ഞാനില്ല, ഹബീബായ തങ്ങളില്ലാത്ത മദീനയിലേക്ക് ഞാൻ കിടക്കൂല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വരൂല എന്ന് പറഞ്ഞുകൊണ്ടതാ സ്വഹാബത്ത് മടങ്ങിപ്പോവുകയാണ്. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുകയാണ്. അന്നതാ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. അവിടുന്ന് ചോദിക്കുകയാണ്, ഹബീബായ തങ്ങള്, ഓ ബിലാൽ ഇബ്നു റവാഹ, എന്തേ തങ്ങളോട് പിണങ്ങിയോ? എന്തേ മദീനയിലേക്ക് കിടക്കാത്തത്? എന്തേ മദീനയിലേക്ക് തിരിക്കാത്തത്? എന്നോട് പിണങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അതാ ഉറക്കം നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മദീനയിലേക്ക് നടക്കുകയാണ്.
അതല്ലേ മഹബ്ബത്ത് പ്രിയമുള്ളവരെ, അതല്ലേ അവിടത്തുള്ള പിരിസം, അതല്ലേ വേണ്ടത് പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കേ, മദ്ഹബിന്റെ ഇമാമായ ഇമാമിന് മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു അതാ മദീനയിലെ കുതിരപ്പുറത്ത് കേറിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ മണ്ണിൽ കുതിരന്റെ പുറത്ത് കയറിയിട്ട് പോയിട്ടില്ല. മദീനത്തെ മണ്ണിൽ കാലിൽ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? മദ്ഹബിന്റെ ഇമാമല്ലേ പ്രിയമുള്ളവരെ. അവിടുന്ന് മദീനത്തെ മണ്ണിൽ കാലിൽ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. ഹബീബായ തങ്ങളുള്ള മദീനയിൽ ഞാൻ കാലിൽ ചെരുപ്പിട്ട് ധരിക്കുകയില്ല. ഹബീബായ തങ്ങളുള്ള മദീനയിൽ ഞാൻ വാഹനപ്പുറത്ത് കയറുകയില്ല എന്നതാ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എവിടെയാ ഞങ്ങളോടുള്ള മഹബത്ത്, എവിടെയാ ഞങ്ങൾക്കുള്ള പിരിസം പ്രിയമുള്ളവരെ? അങ്ങനെ ഒന്നും പിരിസം വെക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് കാട്ടാൻ സാധ്യമല്ല. എങ്കിലും ഞങ്ങൾക്കുള്ളൊരവസരമാണ്. ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന്റെ നല്ല നിലക്ക് സാരവത്തായ വഅദ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങളുള്ള ആ മഹബത്തിന്റെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് കഴിയുള്ളത് എന്താണ്? ഹബീബായ തങ്ങളെ മഹബത്ത് പേര് അവിടുന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഉമ്മമാരെ, അങ്ങേയറ്റം സ്വലാത്ത് ചൊല്ലുക. അവിടുന്ന് നല്ലോണം സ്വലാത്ത് ചൊല്ലുക. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ ഖദ്ദസുല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. എന്തേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ഒരു 10 സ്വലാത്ത് എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചു. അതാ വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ 100 സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചു. ആ സ്വലാത്ത് ചൊല്ലിക്കിടന്നാൽ അവൻ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ ശറഫാകപ്പെട്ട തിരുകരങ്ങളെ കൊണ്ട് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു. ഉമ്മമാരെ, നല്ലോണം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അങ്ങേയറ്റം മഹബത്ത് ഹബീബായ തങ്ങളോട് വെക്കുക. പ്രിയമുള്ളവരെ, ഇതുള്ള നല്ല പരിപാടികൾ ഹബീബാ മുത്തനബി തങ്ങളുടെ പരിപാടിയിലേക്ക് വേണ്ടി സഹായിക്കുക, സഹകരിക്കുക. ഇത് നടക്കുന്ന സമയത്ത് അതിന് വേണ്ടി സഹകരിക്കുക. അതിന്റെ വിരോധികളോട് നാം വെറുക്കുക. ആ നിലക്ക് മഹബത്ത് കാണിക്കുക. അതേ സമയത്ത് പ്രിയമുള്ളവരെ, 11 വരെയും 12 മണി വരെയും വഅദിന്റെ മജ്ലിസിൽ കൂടിയിട്ടിരുന്നിട്ട് ഹബീബായ തങ്ങളോട് മുഹബ്ബത്ത് കാട്ടിയിട്ട് സുബഹി ഖളാക്കിക്കൂടാ. സുബഹി ഖളാക്കുന്നവന് എന്താണ് മഹബ്ബത്തുള്ളത്? എന്താണ് ഹബീബായ തങ്ങളോടുള്ള പിരിസമുള്ളത്? പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങൾ മജ്ലിസിലേക്ക് കൂടിയിട്ട് സുബഹി ഖളാക്കുന്നവനാകരുതേ. ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനാകരുതേ. ഫർളായ കാര്യങ്ങളൊക്കെയും എടുത്തുകൊണ്ട് അതാ സുന്നത്തും കൈവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കാണിക്കുക. മാത്രമല്ല പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ എല്ലാ ഔറാദ്, അഫ്ആൽ, അർകാത്ത്, സകനാത്ത് എല്ലാത്തിലും ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നതിൽ പഠിപ്പിച്ചു. എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്, എല്ലാം ഇവിടുന്ന് പഠിപ്പിച്ചെന്ന് ഹബീബായ തങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. നിങ്ങൾ നോക്കൂ ഉമ്മമാരെ, ചെറിയ മദ്രസയിലേക്ക് വരുന്ന മക്കളെ കണ്ടില്ലേ? ചെറിയ മദ്രസയിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് വരുന്ന മക്കള്, ആ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവം മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ബാപ്പമാരെ ശ്രമിക്കുകയാണ്, ഉമ്മമാരെ ശ്രമിക്കുകയാണ്. പാവപ്പെട്ട ഒറ്റും തെറ്റും തിരിയാത്ത മക്കളുടെ തലമുടി കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ?
എങ്ങനെയാണ് ഒരു കിടാവിനിക്ക് തലമുടി കട്ട് ചെയ്യേണ്ടതെന്ന് ഹബീബായ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചില്ലേ? ആ പഠിപ്പിച്ചതനുസരിച്ച് എടുക്കാതെ ഏതെങ്കിലും ഒരു നടിയുടെയോ അല്ലെങ്കിൽ ഏതൊരു കളിക്കാരന്റെ സ്റ്റൈലൂടെ കൊണ്ടുവന്നിട്ട് നിനക്കെന്താണ് ഹബീബായ തങ്ങളോടും നിനക്കുമുള്ള മഹബത്തിനോട് എന്ത് ബന്ധമാണ്? അതുപോലെയുള്ള ഡ്രസ് ധരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ആ സമയത്ത് ഞാൻ നീയും ആലോചിക്കണം, എന്താണ് ഹബീബായ തങ്ങളോടുള്ള മഹബത്തിനും എനിക്കും എന്ത് ബന്ധമാണുള്ളത്? ഞാൻ എന്ത് സുന്നിയാണ്, ഞാൻ എന്ത് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിയാണെന്ന് പറയാൻ എനിക്കെന്ത് വകുപ്പാണുള്ളത് എന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ. പ്രത്യേകിച്ചും എല്ലാ സമയത്തിലും ഞങ്ങളെ എല്ലാ സമയത്തും ഹബീബായ തങ്ങളോടുള്ള ഒരു മഹബത്ത് ഞങ്ങളെ കൽബിൽ വേണം. അത് ഞങ്ങളെ കൽബിൽ ഊട്ടി ഉറപ്പിച്ചാലേ നാളെ ആഖിറം വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ. എത്ര പണ്ഡിതന്മാർ ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയില്ലേ? എത്ര ആലിമീങ്ങളും എത്ര കാരണവന്മാരും ഞങ്ങളൊന്ന് മരിച്ചു പോയില്ലേ? പ്രിയമുള്ളവരെ, ഓ ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഗൾഫിൽ നിന്ന് മകൻ വരുന്നു. എന്തിനാ വരുന്നത്? സുഖമില്ലാത്ത ഉമ്മാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്നു. ഉമ്മാന്റെ ഖിദ്മത്ത് എടുക്കാൻ ഗൾഫിലുള്ള മകൻ വരികയാണ്. പക്ഷേ ബാപ്പന്റെ ഖിദ്മത്ത് എടുക്കാൻ മകൻ വരുന്നു. വന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മകൻ മരിച്ചുപോയി. ഉമ്മ ഇന്നും അവിടെ ബാക്കിയുണ്ട്, ബാപ്പ അവിടെ ഇന്നും ബാക്കിയുണ്ട്. മരിച്ചുപോയത് വന്ന മകനാണ്. ഞങ്ങൾ ആയുസ് കണ്ടവരില്ല. കിടന്നുറങ്ങിയ മനുഷ്യൻ സുബഹിക്ക് എഴുന്നേൽക്കാൻ അല്ലാഹു അതാ അനുവദിച്ചില്ലെങ്കിൽ അവനിക്ക് കഴിയൂല. സുബഹി എണീക്കുമ്പോഴേക്ക് മയ്യത്താണ്. ഏത് സമയത്ത് വെച്ച് മരിക്കും, എങ്ങനെ വെച്ച് മരിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ല. എല്ലാ സമയത്തും ഞാൻ മരിക്കാൻ റെഡിയായിട്ട് വേണം. നിങ്ങളെ പള്ളിയുടെ പള്ളികാട്ടിൽ 100 കബറുണ്ടെങ്കിൽ 101ാമത്തെ കബർ എന്റേതാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം. ആ പള്ളിയുടെ കൊരാന്തയിൽ പള്ളിയുടെ ഒരു സൈഡിൽ മയ്യത്ത് കട്ടിലതാ തൂങ്ങിക്കിടക്കുകയാണ്. ആ മയ്യത്ത് കട്ടിൽ എന്നെ കൊണ്ടുപോകുന്നത് അതെന്റെ മയ്യത്തിനാണെന്നുള്ള ബോധം ഞങ്ങൾക്ക് വേണം. സാധുവായ ഞാനും നിങ്ങളും ആ ചിന്തിച്ചുകൊണ്ടേ ജീവിക്കണം പ്രിയമുള്ളവരെ. ആ സമയത്താണ് ഞങ്ങൾക്ക് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വരുന്നത്, അവിടുത്തെ പേടി വരുന്നത്. ഇത് ഒന്നും ഇല്ലാതെ ഞങ്ങൾ വേണ്ടതുപോലെ ഞങ്ങളെ മനസ്സ് തോന്നിയതുപോലെ ഇബ്ലീസിന്റെ ശർറിൽ പെട്ടുപോയി കുടുങ്ങിപ്പോയാൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. എല്ലായിടത്തും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, ഖബറിൽ പോലും രക്ഷപ്പെടുത്താൻ അധികാരമുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റത്തെ മഹബത്ത് വെക്കണം, അവിടുത്തെ പിരിസം വെക്കണം. അത് ഞങ്ങളെ കൽബിൽ ഊട്ടി ഉറപ്പിക്കണം പ്രിയമുള്ളവരെ. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ. ഈ ഹദീസ് പറഞ്ഞൊരിടത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഉള്ളിൽ കേട്ടു, ഉസ്താദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടു മരിച്ചെങ്കിൽ അവന് സ്വർഗ്ഗത്തിലേക്ക് പോണ്ടിയമാ. സ്വർഗ്ഗത്തിലേക്ക് പോകാം. എങ്ങനത്തെ തപ്പാക്കിയവനായെങ്കുമാവാ, എങ്ങനത്തെ തെറ്റ് ചെയ്തവനായെങ്കുമാവാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കൊണ്ട് അവൻ സ്വർഗ്ഗത്തില് പോകുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിൽ അത് നിന്റെ റബ്ബ് നിനക്കത് തൗഫീഖ് തരണം. ആ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നിനക്കതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ റബ്ബ് അനുവദിച്ചില്ലെങ്കിലോ അതിന് നിനക്ക് സാധ്യമല്ല. അങ്ങനെ നീ എങ്കാലും ചൊല്ലി മരിച്ചാൽ ദഖലൽ ജന്ന,
നീ സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹു അതിന് നമ്മളേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അവർ വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, നമ്മുടെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണേ അല്ലാഹ്. എല്ലാവർക്കും നിങ്ങൾക്കതാ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.